ഓണവിപണിയിൽ പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും വില കുതിച്ചുയരുകയാണ്. ഞാലിപ്പൂവനും നേന്ത്രപ്പഴവും വിലയുടെ സെഞ്ചുറിയിലേക്ക് കുതിക്കുകയാണ്. ഓണവിപണി സജീവമാകുന്നതോടെ വില ഇനിയും ഉയരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വിപണികൾ സർക്കാർ ഇടപെടലില്ലാത്ത പക്ഷം മലയാളിയുടെ ഓണാഘോഷത്തിന് ഇത് വലിയ തിരിച്ചടിയാകും. ഓണത്തിരക്കിലേക്ക് വിപണി കടക്കുന്നതേയുള്ളൂ. ഇതിനോടകം തന്നെ പഴവർഗ്ഗങ്ങളുടെ വിലയിൽ വലിയ വർധനവാണുണ്ടായത്. നേന്ത്രപ്പഴത്തിന് കിലോയ്ക്ക് 70 മുതൽ 80 രൂപ വരെയാണ് ഇപ്പോഴത്തെ വില. നാടൻ ഞാലിപ്പഴത്തിന്റെ വില 90 രൂപയും കടന്നു. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 20 രൂപയാണ് കൂടിയത്. ഒരു നേന്ത്രക്കുലയ്ക്ക് ഏകദേശം 1200 രൂപയാണ് വില. ഇപ്പോൾ പച്ചക്കറിക്കും പഴത്തിനൊക്കെ മൊത്തത്തിൽ വില കൂടുതലാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. നേന്ത്രപ്പഴം ഓൾറെഡി ഇപ്പോൾ ഹോൾസെയിൽ വില 60 രൂപ. സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ് ഒക്കെ കാണുന്നു. കാരണം എന്താ വെച്ചാൽ വരുന്നിടത്തൊക്കെ ഭയങ്കര വില കൂടുതലാണ്. ഓരോ ദിവസം കൂടുമ്പോൾ വില കൂടുതലാവുകയാണ്, കുറയുന്നില്ല. ഞാലിപ്പൂവിന് അവിടെ 75 വില, ഇവിടെ 80 ഹോൾസെയിൽ വില. അപ്പോൾ റീറ്റെയിൽ ഷോപ്പിലൊക്കെ 90, 95 ഉണ്ടാവും. ഇങ്ങനത്തെ കുറച്ച് കുറവുണ്ട്. മുരിങ്ങ, വെണ്ട ഒക്കെ കുറച്ച് കുറവുണ്ട്. ബാക്കിയുള്ള പയർ അങ്ങനത്തെ സാധനത്തിനൊക്കെ വളരെ കൂടുതലാകും. ഓണവിപണി പൂർണ്ണതോതിൽ ഉണരുന്നതോടെ ഞാലിപ്പൂവിനും നേന്ത്രക്കായ്ക്കുമെല്ലാം വില സെഞ്ചുറി കടക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ചെറുനാരങ്ങയ്ക്കും വില കുതിച്ചുയരുകയാണ്. അല്ലല്ല, കൂടിയിട്ട് ഒരാഴ്ച ആവാനായി. അതവിടെ സാധനം കുറവായതിനെ കൊണ്ടാണെന്നാ പറഞ്ഞത്. കുറയാനുള്ള മാർഗമില്ല, കൂടുതലേ ഉണ്ടാവുള്ളൂ. അതേമാതിരി ഇതും നാളെ കുറച്ചുകൂടിയും കൂടുന്നത്. അങ്ങനെ ഇപ്പോൾ സാധനം പൊതുവെ ടൈറ്റാ. ഓണമടുക്കുമ്പോൾ വിലക്കയറ്റം എവിടെയെത്തുമെന്ന ആശങ്കയിലാണ് സാധാരണക്കാർ. ജനം, കോഴിക്കോട്.